ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ ഹാരിയർ പെട്രോൾ എഞ്ചിനാണ്. വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. എമിഷൻ നോംസിന്റെ ഭാഗമായിട്ടായിരിക്കണം ടാറ്റയും അവസാനം ഹാരിയറിനെയും പെട്രോൾ എഞ്ചിനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 180 bhp പവറും 280 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു എഞ്ചിൻ തന്നെയാണ് നമ്മൾ CRIയിൽ കണ്ടിരിക്കുന്നതും. ഈ ഒരു എഞ്ചിൻ തന്നെയാണ് 25 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ക്ലോക്ക് ചെയ്ത ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. സോ കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടും എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹാരിയറിൽ ഈ ഒരു പെട്രോൾ എഞ്ചിൻ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു പുതിയ കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു റെഡ് എലമെന്റ് പുറത്തും ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു ബേജ് എലമെന്റിന്റെ ഒരു കളർ തീം പാറ്റേണുമാണ് ഈ ഒരു ഏറ്റവും പുതിയ ഹാരിയറിൽ ടാറ്റ ഫോളോ ചെയ്തിരിക്കുന്നത്. ബാക്കി ഫ്രണ്ടിലെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ ഒരു ഡിസൈൻ തന്നെയാണ്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. രണ്ട് എൻഡിനെ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു വലിയ DRL ആണ്, LED എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്താണെങ്കിലും ഒരു ചെറിയ അലുമിനിയം ഫിനിഷിൻ്റെ ഒരു എലമെന്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രില്ലിൻ്റെ ഈ ഒരു ബ്ലാക്ക് എലമെന്റും ഈ ഒരു ബോഡിയുടെ ഈ ഒരു റെഡ് എലമെന്റോട് വന്നപ്പോൾ കുറച്ചുകൂടി കാണാനായിട്ട് രസമുള്ള ഒരു വാഹനമായിട്ട് മാറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ ഹാരിയർ. നമുക്കൊരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും ADASന്റെ ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 ക്യാമറകളാണ് ഏറ്റവും പുതിയ ഹാരിയറിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാമറ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ADASന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്യാമറയാണ്. മറ്റൊരു ക്യാമറ എന്ന് പറയുന്നത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു ക്യാമറ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു IRVMൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാഷ് ക്യാം വിത്ത് ഓഡിയോ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും വ്യൂ നമുക്ക് ഇന്റീരിയറിൽ ഇരുന്നുകൊണ്ട് ഡിജിറ്റലി കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ജാഗ്വാർ, ലാൻഡ് റോവർ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. SUV സെഗ്മെന്റിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ഈ ഇൻബിൽട്ട് ആയിട്ടുള്ള റെക്കോർഡിംഗ് ഫെസിലിറ്റി എനേബിൾ ചെയ്യുന്ന ഈ സെഗ്മെന്റിലെ ആദ്യത്തെ വാഹനം കൂടിയാണ് ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ്, മറ്റു പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് എന്നും ടാറ്റ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ടാറ്റയുടെ മറ്റു വാഹനങ്ങളിൽ എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ സിയാറ പോലും ഇന്ത്യയിൽ ജനനം കൊണ്ടത് ഇൻസ്പിറേഷൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ എല്ലാ അപ്ഡേഷനിലും കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നും ശ്രമിക്കാറുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡാണ്. ഇനിയിപ്പോൾ സൈഡ് ഭാഗത്തേക്ക് വരുവാണെങ്കിലും ആ ഒരു SUV മാച്ച് ഓഫ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹാരിയർ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി വീൽ ആർച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോറുകളിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിററിലേക്ക് വരുന്ന സമയത്ത് ADASന്റെ ഭാഗമായിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ മിററും ഒരു ബ്ലാക്ക് എലമെന്റ് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പഡിൽ ലാംപ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയൊരു റൂഫ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് പിൻഭാഗത്തെ ഈ ഒരു യൂണിറ്റിനോട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് കയറി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഡോറാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്നും ഉറപ്പാക്കാനായിട്ട് ടാറ്റ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ടാറ്റയുടെ ഒരു സ്വഭാവമാണ്. ഡോർ ആര് തുറന്നാലും ഇങ്ങനെയുള്ള കുറച്ചധികം അലാംസ് ഒക്കെ എപ്പോഴും ടാറ്റ കാണിക്കാറുണ്ട്. 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ തീം പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബൈക്കും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയ ഹാരിയറിൻ്റെ റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടെണ്ണിനെ കണക്ട് ചെയ്യുന്ന വലിയ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് അതിൻ്റെ ഒരു കളർ തീം പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഫുൾ LED യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഒരു ചെറിയ സ്പോയിലർ എലമെൻറ്റും T-ഫോക്കൽ ലൈൻസും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്യാമറ ലഭിക്കുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കീ ഉപയോഗിച്ചുകൊണ്ടും അകത്ത് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ സാധിക്കും. സോ കീ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല ഒരു ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ലാംപ്സും ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ടാറ്റ മോഡൽസിലൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറൊക്കെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വൺ ടച്ചായി ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാരിയറിൻ്റെ മുൻഭാഗത്ത് നമ്മൾ 3 ക്യാമറയാണ് കണ്ടതെങ്കിൽ ഹാരിയറിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ 2 ക്യാമറകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ യൂണിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗവും, കൂടാതെ ഷാർക്ക് ഫിൻ ആൻഡിലിൽ നമുക്കൊരു ക്യാമറ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയാണ് നമ്മൾ അകത്ത് ആ ഒരു ഡാഷ് ക്യാമായിട്ട് വർക്ക് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി തരുന്ന ഒരു ക്യാമറ കൂടിയാണ്.
ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള പുതിയ ഒരു കളർ തീം പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡോർ പാഡിലും സീറ്റിലും എല്ലാം തന്നെ ആ ഒരു ബേജ് കളർ എലമെന്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെമ്മറി ഫംഗ്ഷൻസും ലഭിക്കുന്നുണ്ട്. 3 മെമ്മറി ഫംഗ്ഷൻസ് ആണ് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സൈഡ് വ്യൂ മിററിന്റെ കൺട്രോളും നമുക്ക് മെമ്മറി സീറ്റിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാര്യം റിവേഴ്സ് ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വാഹനം തന്നെ നമുക്ക് വേണ്ടിയിട്ട് സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ആക്കി തരും. സോ ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. 4 സ്പോക്കിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ലോഗോ ഇലിമിനേറ്റ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലും നമുക്കൊരു ഡ്യുവൽ ടോൺ കളർ പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ബ്ലാക്കിൻ്റെയും ബേജിൻ്റെയും എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടാറ്റ വാഹനങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസ്പ്ലേ ആണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ ഹാരിയറിൽ പുതിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് ലഭിക്കുന്നത്. സാംസങ്ങിന്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിന്റെ പ്രീമിയം ഫോൺസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ഫീൽ ഗുഡ് ഫാക്ടറി ഇതിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽറ്റ് നാവിഗേഷൻ, JBLന്റെ ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം, നിരവധി ആംബിയൻ ലൈറ്റ് ഓപ്ഷൻസ്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ഇങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഒരു ടച്ച് എനേബിൾ ആയിട്ടുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ AC ഫാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലും നമുക്ക് ടച്ച് ബട്ടൺസ് ആണ്. സോ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് റോഡിൽ നിന്ന് ശ്രദ്ധ മാറാതെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഫിസിക്കൽ ബട്ടൺസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സജഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. നമുക്ക് ഇവിടെയും ഒരു ലെതർ എലമെന്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും ഒരു ബേജ് കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്, എക്കോ, സ്പോർട്ട്, നോർമൽ എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ടാറ്റ വാഹനങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഗിയർ നോബാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, സ്ലൈഡബിൾ ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ആംബ്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കോപ്പ് പാസഞ്ചർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെമ്മറി ഫംഗ്ഷൻസ് ലഭിക്കുന്നില്ല. പനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. എന്നാൽ സൺറൂഫിൻ്റെ ആ ഒരു സൺ ബ്ലൈൻഡ് എന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ചൂട് നല്ല രീതിയിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ മിററാണ്. നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ്, ഒരു ഡാഷ് ക്യാം എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ തന്നെ ഇതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഇൻബിൽറ്റ് ഓഡിയോ റെക്കോർഡിംഗ് ഫെസിലിറ്റി കൂടെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മിററിൻ്റെ പുറകിലായിട്ട് ഒരു ക്യാമറയുണ്ട്. ചെറിയൊരു ക്യാമറയാണ്. ഇപ്പം ഫ്രണ്ടിലെ ഒരു വ്യൂ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ നമ്മൾ കാണുന്നത്. അതും ടാറ്റ ഹാരിയറിലൂടെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഓവറോൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റും ഈ ഒരു ഡാഷ്ബോർഡും നോക്കുന്ന സമയത്ത് അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ ട്യൂട്ടർ എലമെൻറ്റ് ഈ ഒരു സൈഡിൽ ലഭിക്കുന്നുണ്ട്. വലിയൊരു സ്പീക്കർ ഈ ഒരു നടുഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഡോറുകളിൽ സ്പീക്കർ ലഭിക്കുന്നുണ്ട്. ഈ ഡോറുകളിലേക്ക് പോകുന്ന സമയത്ത് നിരവധി സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഈ ഡോർ അടയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഹാരിയറിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് വാഹനത്തിൻ്റെ മുമ്പിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ലക്ഷറി കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഞാൻ പറഞ്ഞല്ലോ. 2 ഹെഡ് റെസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഈ ഹെഡ് റെസ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ലോങ് ജേണിക്കൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷൻ കണ്ടെത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നടുവിലൊരു ആംബ്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. ചെറിയ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. AC വെൻസ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സൺ വൈസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഡോറിൽ നമുക്ക് 2 സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഒരു എലമെൻറ്റും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന അല്ലെങ്കിൽ പ്രീമിയം മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് ഹാരിയറിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ഫ്യൂവൽ ഓപ്ഷൻസും അല്ലെങ്കിൽ ഓഫറിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുമുള്ള ഫ്യൂവൽ ഓപ്ഷൻസും ബൈഫ്യൂവൽ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിയാറ നോക്കുകയാണെങ്കിൽ സിയാറ ടാറ്റ ക്ലെയിം ചെയ്തിരിക്കുന്നത് EVയിൽ വരുന്നുണ്ട്, ഹൈബ്രിഡിൽ വരുന്നുണ്ട്, പെട്രോൾ ഡീസൽ എഞ്ചിൻ എന്നീ എഞ്ചിൻ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹാരിയറിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹാരിയറിൻ്റെ EV നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഡീസൽ എഞ്ചിൻ ഓൾറെഡി കണ്ടതാണ്. ഹാരിയറിൽ CNG കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CNG കൊടുക്കാത്തത്. ചിലപ്പോൾ ഒരുപക്ഷെ ടാറ്റ ഇനി അതിനെപ്പറ്റി റീതിങ്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് പെട്രോൾ എഞ്ചിൻ മാത്രമാണ്. അതുകൊണ്ടാണ് ടാറ്റ ഹാരിയറിന് ആ ഒരു പെട്രോൾ എഞ്ചിൻ വന്നത്. സോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആൾക്ക് എല്ലാവിധ ഓപ്ഷൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ടാറ്റ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ഹാരിയറിലേക്ക് പെട്രോൾ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. 1.4 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 180 bhp പവറും
280 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നോയിസ് ആയിട്ടുള്ള എഞ്ചിനാണ്. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നാം ഇതൊരു ഡീസൽ എഞ്ചിൻ തന്നെയാണോ എന്നുള്ളത്. ആ രീതിയിലേക്കുള്ള സൗണ്ട് ചില സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലെവൽ 2 ADAS നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ക്യാമറ ബേസ്ഡ് സിസ്റ്റമാണ് വരുന്നത്. മാനുവലി നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ADASൽ കൊടുത്തിട്ടുണ്ട്. ADAS നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ADAS ഓഫ് ആക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രോളിലേക്ക് വാഹനത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ബിക്കോസ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് വാഹനം ഓടിക്കാനായിട്ട് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് 2 മിററിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഡിജിറ്റൽ IR/VM ആണ്. ഫുൾ റെക്കോർഡഡ് ആയിട്ട് ഈവൻ നമുക്ക് വോയിസ് പോലും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ മറ്റുള്ള വാഹനങ്ങളിലൊന്നും കാണുന്ന ഫീച്ചറല്ല. സോ ഫീച്ചേഴ്സിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ ഹാരിയർ വന്നിരിക്കുന്നത്. റൈഡ് ആൻഡ് ഹാൻഡിലിംഗ്, സസ്പെൻഷനും കംഫർട്ടും നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഹാരിയറിൽ നമ്മൾ മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ ബാഡ് പാച്ചസിലൂടെ ഒക്കെ പോയാൽ പോലും അത്യാവശ്യം നല്ലൊരു കംഫർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായി വാഹനം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിലവിൽ ഹാരിയർ നമുക്ക് ഇലക്ട്രിക്കലിൽ ലഭിക്കും, ഡീസലിൽ ലഭിക്കും, പെട്രോളിലും ലഭിക്കുന്നുണ്ട്. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? ഡീസലിൽ മാറി ഈ ഒരു എമിഷൻ നോംസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ പെട്രോളിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.